ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ സൈക്കോ. നിങ്ങൾ ഇപ്പോൾ ഒരു മിസ്റ്ററി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ഒരു ടൈപ്പാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത് ഡെത്ത് നോട്ടാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ആനിമേസ് എവർ ആണ്. ഇതും വൺ ഓഫ് ദി ഗോട്ട് എന്നറിയപ്പെടുന്ന ആനിമയാണ്. പക്ഷേ ഇതിനാകെ 26 എപ്പിസോഡ് സംതിങ്ങേ ഉള്ളൂ. സിംഗിൾ സീസണാണുള്ളത്. കാരണം ഇത് സ്റ്റോറി ബേസ്ഡ് ഒരു ഡ്രാമ മിസ്റ്ററി ത്രില്ലറാണ്. ഇതിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത് കുറച്ച് മാത്രമുള്ള രീതിയിലൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം അതിതാണ്. ഇപ്പം നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ പാതാള അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഡീമൺ ആ ഡീമൻ്റെ ബുക്ക് ഭൂമിയിലേക്ക് ഇടുക, പുള്ളിക്ക് ബോറടിച്ചിട്ട്. ഇപ്പോൾ ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡീമൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റീപ്പറാണ്. ഗ്രിം റീപ്പർ, നമ്മുടെ ആത്മാവ് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരുന്ന റീപ്പറാണ് ഈ ബുക്ക് ഇടുന്നത്. റീപ്പറിൻ്റെ ബുക്കാണ്, അതാണ് ഡെത്ത് നോട്ട്. ഈ ഡെത്ത് നോട്ടിനകത്ത് റീപ്പേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ എത്ര ദിവസം മരിക്കാനുണ്ടെന്ന് അയാളുടെ തലയിൽ ഇവർക്ക് കാണാൻ പറ്റും. അതിനുശേഷം അയാളുടെ പേരെഴുതും, അയാളുടെ ഡീറ്റെയിൽസ് മനസ്സിൽ ഓർത്ത് കഴിയുമ്പം അയാൾ മരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെത്ത് നോട്ടിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഈ ബുക്ക് നമ്മുടെ നായകനാണ് കിട്ടുന്നത്. നായകൻ ഈ ബുക്ക് എടുത്തിട്ട് പുള്ളിക്ക് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാവും. ഏത് രീതിയിൽ മരിക്കണം എന്ന് എഴുതിയാൽ ആ രീതിയിൽ മരിക്കും. ഇപ്പോൾ ഇന്ന ആൾ വണ്ടി ഇടിച്ച് മരിച്ചു എന്ന്, ഇന്ന ദിവസം വണ്ടി ഇടിച്ച് മരിച്ചു എന്നാണ് എഴുതുന്നെങ്കിൽ വണ്ടി ഇടിച്ച് മരിക്കും. ഒന്നും എഴുതിയില്ലെങ്കിൽ അറ്റാക്ക് ഒന്നും മരിക്കും. നായകൻ എന്താ ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്ത് നല്ലത് ചെയ്യാം എന്നുദ്ദേശിച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത്. ക്രിമിനൽസിനെയും കാര്യങ്ങളെയൊക്കെ കൊല്ലാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ വരുന്നത്. അപ്പം സാധാരണ ആനിമയിലൊക്കെ അല്ലെങ്കിൽ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ഒരു വില്ലൻ. ഇതിലങ്ങനല്ല. നമ്മുടെ ഹീറോയ്ക്ക് ഓപ്പോസിറ്റ് വരുന്നത് മറ്റൊരു ഹീറോ ആണ്. കാരണം പോലീസാണ്, ഒരു സീക്രട്ട് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഹെഡായിട്ടുള്ള അതിബുദ്ധിമാനായ ഒരു പോലീസുകാരൻ. നമ്മുടെ നായകന് അതുപോലെ തന്നെ എന്താ പറയുക, ഇൻ്റലിജൻസിൻ്റെ പീക്കാണ്. ഈ രണ്ട് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പീപ്പിൾ തമ്മിലുള്ള സ്ട്രാറ്റജിക് വാറാണ് ഈ സീരീസ് എന്ന് പറയുന്നത്. ഈ 26 എപ്പിസോഡ്സ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന രീതി തന്നെ മാറിപ്പോൾ. നമ്മളൊരു ഷെർലക് ഹോംസിനെ അറിയില്ല. ഷെർലക് ഹോംസ് എങ്ങനെ ഒരാളെ കാണുമ്പോഴത്തേക്കും കാര്യങ്ങൾ ഭയങ്കര ടെക്നിക്കലായിട്ട് ചിന്തിച്ച് ആ ഒരു ഇത് റിയൽ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആണ് ഒരാളുടെ ഇൻവെസ്റ്റിഗേഷനും ഒരാൾ അതിനെ എന്താ പറയുക ഔട്ട്സ്മാർട്ട് ചെയ്യാനുള്ള ഫൈറ്റും. ഈ രണ്ടുപേര് തമ്മിലുള്ള അവരുടെ ഇൻ്റലിജൻസ് കൊണ്ടുള്ള ഒരു വാറാണ്. ഒരാളൊരു പ്ലാൻ ചെയ്യുമ്പോൾ അയാൾക്കൊരു പ്ലാൻ ബി ഉണ്ട്, മറ്റേയാൾ ആ പ്ലാൻ സിയും കണ്ടുപിടിക്കും. അപ്പോഴത്തേക്കും പറയും ഇവനൊരു പ്ലാൻ ഡി ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ലെയർ ഇട്ടിട്ട് വന്ന് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു സീരീസാണ് ഡെത്ത് നോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു മിസ്റ്ററി സംഭവം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് ഡെത്ത് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി എൻ്റെ കയ്യിൽ വേറെ 2-3 ആനിമ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. അപ്പം അതെന്ന് പറയുമ്പം കുറച്ച് ഡാർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ ത്രില്ലറായിട്ടുള്ള സംഭവം. നിങ്ങൾക്കൊരു ഞാൻ പറയാം, എല്ലാ ആനിമയും നിങ്ങൾ കാണും. അത് ഏത് സീരീസ് ആണെങ്കിലും അങ്ങനെ. നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ട് പോരുത്. 2-3 എപ്പിസോഡ്സ്, ഒരു 3 എപ്പിസോഡ്സ് കാണും. എൻ്റെ ഒരു റൂൾ അതാണ്. ഒരു ഫസ്റ്റ് 3 എപ്പിസോഡ്സ് കണ്ടതിന് ശേഷം നിങ്ങളൊരു ആനിമ ആണെങ്കിലും ഒരു സീരീസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളതിനെ ജഡ്ജ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ഡെത്ത് നോട്ടിൻ്റെയും ഒരു ഫസ്റ്റ് 3 എപ്പിസോഡ്സ് ഒന്ന് കണ്ടു നോക്കാം, എന്നാൽ ആ ഒരു പേസ് ബിൽഡ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഏത് ആനിമ ആണെങ്കിലും. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആനിമയുമായിട്ട് മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം.